പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവം നമ്മെ ക്രിയേറ്റ് ചെയ്തത് പെർഫെക്റ്റായിട്ടുള്ള ഒരു കുടുംബജീവിതം നയിക്കാനാണോ, അതോ യേശു കർത്താവും സഭയാകുന്ന മണവാട്ടിയും തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ് ഒന്ന് റിപ്രസെൻ്റ് ചെയ്യാനും റിഫ്ലക്റ്റ് ചെയ്യാനും ആണോ? എ ഫുള്ളി കണക്റ്റഡ് മാരേജ് എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡും വൈഫും പാർട്ട്ണർഷിപ്പാണ്, തമ്മിൽ കമ്മിറ്റഡാണ്. ഓരോ ദിവസവും ദൈവത്തോടും അവർ കണക്റ്റഡാണ്, അവർ തമ്മിലും കണക്റ്റഡാണ്, കമ്മിറ്റഡാണ്. അങ്ങനെ മനഃപൂർവ്വമായിട്ട് മാരേജിൽ ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ ദൈവീയ സന്തോഷം പരിപൂർണമായിട്ട് അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ഗലാത്യർ 2-ാം അധ്യായം 20-ാം വാക്യം. ഗലേഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 20. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കിലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. ഒരു ഫുള്ളി കണക്റ്റഡായിട്ടുള്ള, പൂർണ്ണമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കുടുംബജീവിതത്തിൻ്റെ 3 ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് ഉണ്ട്. അത് ഞാൻ പറയട്ടെ. ഒന്നാമത്തേത് സറണ്ടർ ടു ഗോഡ്. ദൈവത്തിന് പൂർണ്ണമായി കീഴ്പ്പെട്ടിരിക്കുന്ന കുടുംബജീവിതം. ഇന്ന് അനേക കുടുംബ ബന്ധങ്ങളിൽ ഡിസപ്പോയിൻമെൻറ്റും ഡിസ്കറേജ്മെൻറ്റും കാണുക, നിരാശയും അധൈര്യവും എല്ലാം കുടിയേറി പാർക്കുക. അപ്പോൾ സ്വപ്നങ്ങളൊക്കെ അങ്ങ് മറന്നുപോകും, ജീവിക്കാൻ പോലും മറന്നുപോകും. ദൈവത്തിൽ നിന്ന് ഫുള്ളി അങ്ങ് ഡിസ്കണക്റ്റഡായിട്ട് തമ്മിലുള്ള ബന്ധവും അങ്ങ് ആയി. ഓർത്ത് നോക്കിക്കേ. ഞാൻ പറയട്ടെ, ഗോഡ് ഈസ് ലൈഫ്. ഗോഡ് കെയിം ടു ഗിവ് us ലൈഫ്. ദൈവം പ്രോമിസ് ചെയ്തിരിക്കുന്നത് എന്താ? ജീവനുണ്ടാകുവാനും നിങ്ങൾക്ക് സമൃദ്ധിയായ ജീവനുണ്ടാകുവാനുമാണ് ഞാൻ വന്നിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫുഡ് ലൈഫ്. യോഹന്നാൻ 10:10 നാം അത് കാണുന്നുണ്ട്. അവിടെ പറയുന്നത് ഹി ഹാസ് കം ദാറ്റ് വി മേ ഹാവ് ആൻ അബണ്ടൻറ്റ് ഫുൾ ഗുഡ് ലൈഫ്. അപ്പോൾ നമ്മുടെ പാർട്ട് എന്തുവാ? നമ്മുടെ ജീവിതം നാം അവന് സമർപ്പിച്ചു കൊടുക്കണം. നമ്മുടെ ഹിതവും നമ്മുടെ വഴികളും അവന് സമർപ്പിച്ചു കൊടുത്താൽ ഗോഡ് ക്യാൻ ഹാവ് ഹിസ് വേ ഇൻ us. അവൻ്റെ വഴി അവൻ നമ്മിൽ വെളിപ്പെടുത്തും. നമ്മളെ കീഴ്പ്പെടുത്തി കൊടുക്കുന്നത്, നമ്മൾ ദൈവത്തിന് സറണ്ടർ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഒരു ബലഹീനതയല്ല, നമ്മൾ പുറകോട്ട് പിന്തിരിയുന്നതിൻ്റെ ഒരു സൈൻ അല്ലത്. ബട്ട് ഇറ്റ് ഈസ് എ ബോൾഡ് പവർ മൂവ്. സറണ്ടറിന് നമ്മൾ എന്ത് ചെയ്യണം? പൂർണ്ണമായിട്ട് നമ്മൾ ദൈവത്തോട് പറയണം, ദൈവമേ, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. ഞാൻ തനിയെ വിചാരിക്കുന്നതിലും അധികം നിനക്ക് എന്നിൽ കൂടി ചെയ്യുവാൻ കഴിയും. ഞാനതുകൊണ്ട് എന്നെ തന്നെ നിനക്ക് തരുന്നു. അങ്ങനെ നാം ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ, അതായത് സറണ്ടർ ചെയ്യുകയും സബ്മിറ്റ് ചെയ്യുകയും ചെയ്താൽ ദൈവത്തിന്, ശത്രു നമ്മെ വിട്ടുകൂടിപ്പോവും. നമ്മുടെ ജീവിതം സ്മൂത്തായി മുന്നോട്ട് പോവുകയും ചെയ്യും. രണ്ടാമത് ഒരു കാര്യം പറയാനുള്ളത്, ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ സബ്മിറ്റഡ് ടു ഈച്ച് അതർ. എഫേസ്യർ 5:21 നമ്മെ പഠിപ്പിക്കുന്നത്, എഫീഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 21 ഇങ്ങനെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്: ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിൻ. സബ്മിറ്റഡ് ടു ഈച്ച് അതർ. സബ്മിറ്റ് വൺ ടു അനദർ. അതായത് ഒരു മ്യൂച്വൽ സബ്മിഷന്. ഈ മ്യൂച്വൽ സബ്മിഷൻ എന്ന് പറയുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള മാരേജിൻ്റെ മാർക്കറാണ്.
മ്യൂച്വൽ സബ്മിഷനകത്ത് പറയുന്നത് എന്തായിരിക്കും? എൻ്റെ എല്ലാ റൈറ്റ്സും ഞാൻ താഴെ വെക്കാം. അതിന് ഞാൻ ഒരുക്കമാണ്. എന്തിനാ? എല്ലാം റൈറ്റായിട്ട് പോകാൻ. മനസ്സിലായോ? ഐ എം വില്ലിങ് ടു ലേ ഡൗൺ മൈ റൈറ്റ്സ് ടു ബി റൈറ്റ് ഫോർ ദ സേക്ക് ഓഫ് ദ മാരേജ് ആൻഡ് ദ ഹാർട്ട് ഓഫ് യുവർ സ്പൗസ്. കൂട്ടാളിയുടെ ഹൃദയത്തിന് വേണ്ടിയും കുടുംബജീവിതം സന്തോഷമായിട്ട് പോകേണ്ടതിന് വേണ്ടിയും നമ്മുടെ ചില റൈറ്റ്സൊക്കെ നാം അങ്ങോട്ട് വിട്ടുകൊടുക്കുക, താഴ്ത്തി കൊടുക്കുക. ഞാൻ പറയട്ടെ, ഈ സബ്മിഷൻ സറണ്ടറുമായിട്ട് ചേർന്ന് വരുമ്പോൾ, സ്നേഹത്തിൽ പൊതിഞ്ഞ് അത് വരുമ്പോൾ, നമുക്ക് നമ്മുടെ കൂട്ടാളിയിൽ സ്നേഹം കാണാൻ പറ്റും, വ്യത്യാസം കാണാൻ പറ്റും. അതോടൊപ്പം ശത്രുവിനോട് യുദ്ധം ചെയ്യാൻ പറ്റും. തമ്മിലല്ല, ശത്രുവിനോട് നമ്മുടെ എല്ലാ ഈഗോയും അഹങ്കാരവും എല്ലാം ഇല്ലായ്മയാകുകയും ചെയ്യും. പറ്റുമോ ദൈവമക്കളെ? എന്തുകൊണ്ടാണ് തമ്മിൽ സബ്മിറ്റ് ചെയ്യാനായിട്ട് ഇത്ര പ്രയാസം, ഹാർഡായിട്ട് തോന്നുന്നത്? സബ്മിറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം അങ്ങോട്ട് മറക്കുക എന്നല്ല. നമ്മുടെ ഹിതം നമ്മൾ എക്സസൈസ് ചെയ്യുക, പുറത്തേക്ക് കൊണ്ടുവരിക, വെളിപ്പെടുത്തുക. എന്നിട്ട് എന്തൊക്കെ തെറ്റുണ്ടെങ്കിലും, സ്വാർത്ഥതയുണ്ടെങ്കിലും, അഹങ്കാരമുണ്ടെങ്കിലും അതിൻ്റെ എല്ലാം മുകളിൽ യൂണിറ്റി, ഐക്യത, അതിനെ നാം മുൻനിർത്തുക. നാം മറ്റുള്ളവരെ വിരൽ ചൂണ്ടാൻ മിടുക്കര, നാം എക്സ്ക്യൂസസ് പറയാൻ മിടുക്കര. എന്നാൽ മ്യൂച്വൽ സബ്മിഷൻ്റെ ഒരു സ്റ്റെപ്പ് എടുത്ത് കഴിയുമ്പോൾ നമ്മൾ മനഃപൂർവ്വമായി ചിലതൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക. വി ആർ മൂവിങ് ഇൻ ദ റൈറ്റ് കണ്ടീഷൻ. മൂന്നാമത്, വില്ലിങ് ടു ഇൻറ്റൻഷനലി ഇൻവെസ്റ്റ് ഇൻ ദ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് ആൻഡ് ഈച്ച് അതർ. ഒരുമിച്ച് ചേർന്ന്, ഒരുമിച്ച് മനഃപൂർവ്വമായിട്ട് ദൈവത്തിനും കീഴ്പ്പെട്ട് തമ്മിലും കീഴ്പ്പെടുവാനായിട്ടുള്ള ഒരു മനസ്ഥിതി. അതായത് അങ്ങനെയുള്ള കുടുംബജീവിതത്തിൽ ആർഗ്യുമെൻറ്റ്സ് ഇല്ല. ആർഗ്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ മാരേജ് ടഫായിട്ട് മാറാം, പക്ഷേ ആർഗ്യുമെൻറ്റ്സ് വരത്തില്ല. ഇങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ ടഫായിട്ടുള്ള ദിവസങ്ങൾ വരത്തില്ലെന്നല്ല, വരും. ടഫായിട്ടുള്ള ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും സീസണും ഒക്കെ വന്നെന്നിരിക്കും. എന്നാൽ അങ്ങനെ വരുന്ന സീസൺസും സാഹചര്യങ്ങളും ഒരിക്കലും നമ്മുടെ കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തെ നശിപ്പിച്ച് കളയത്തില്ല. മനസ്സിലായോ? അതുപോലെ നമ്മുടെ കുടുംബത്തിനകത്തെ ആ ഒരു അന്തരീക്ഷമുണ്ടല്ലോ, ആ ഏറ്റവും വലിയ മൂഡ് സെറ്ററായിട്ട് നമ്മുടെ കൂട്ടാളിയും തീരും കുടുംബത്തിനകത്ത്. അതിന് നാം എന്ത് ചെയ്യണം? നാം നമ്മുടെ കൂട്ടാളിയുടെ ഒരു സ്റ്റുഡൻ്റായിട്ടിരിക്കണം. അവരെന്തിനെയൊക്കെ ശ്രദ്ധിക്കുന്നോ അതൊക്കെ നാമും ശ്രദ്ധിക്കുവാൻ തുടങ്ങണം. കോൺവെർസേഷൻ വിവാഹ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും ആവശ്യമായ കാര്യമാണ്. നമ്മുടെ എല്ലാ അജണ്ടയും ഹൃദയങ്ങളും തമ്മിൽ അടുക്കത്തക്കവണ്ണം ഒരു വലിയ സ്നേഹബന്ധം കുടുംബങ്ങളിൽ നിലനിൽക്കുവാൻ ദൈവം സഹായിക്കട്ടെ. നമ്മളങ്ങനെ ദൈവത്തിന് സറണ്ടർ ചെയ്തു, തമ്മിൽ സറണ്ടർ ചെയ്തു, സബ്മിറ്റ് ചെയ്തു, എന്നിട്ട് മനഃപൂർവ്വമായിട്ട് നമ്മുടെ മാരേജിൽ നാം ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുവാണെങ്കിൽ, ദൈവമക്കളെ, ഞാൻ പറഞ്ഞ ലവ് വിൻസ്. സ്നേഹത്തെ തോൽപ്പിക്കാൻ ഒന്നിനും പറ്റത്തില്ല. സ്നേഹം ജയിക്കും. ലവ് വിൻസ്. പ്രൈസ് ഗോഡ്. ഒരു ഫുള്ളി കണക്റ്റഡ് മാരേജ്, അതിനകത്ത് നമ്മുടെ ഡ്രൈവിംഗ് ഫോഴ്സ് നമ്മെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സ്നേഹമായിരിക്കട്ടെ, ഐക്യതയായിരിക്കട്ടെ നമ്മുടെ ഗോള്. പ്രൈസ് ഗോഡ്. അപ്പോൾ ഒരു ഫുള്ളി കണക്റ്റഡ് മാരേജിൻ്റെ ദൈവത്തിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നറിയാമോ? ദൈവഹിതപ്രകാരം പണിയപ്പെട്ട ഒരു കുടുംബമെന്ന്. അതിനുവേണ്ടി സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് വെച്ച് പോവാൻ നമുക്ക് കഴിയണം. സ്വർഗ്ഗത്തിലെ ദൈവം എന്നെ സഹായിക്കട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കുക. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, കർത്താവ് ഞങ്ങളെ സഹായിക്കുന്ന വിധങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളെ അനുഗ്രഹിക്കുന്ന വിധങ്ങൾക്കായി സ്തോത്രം. കർത്താവ് വലിയ ജീവിതത്തിൽ ചെയ്യുവാൻ കൊണ്ടും
കർത്താവിന് പ്രസാദം തോന്നി. അനേക കുടുംബങ്ങളെ ശക്തമായിട്ട് ദേശത്തിൻ്റെ കാവൽക്കാരാക്കി നിർത്തിക്കൊള്ളുമാറാണ്. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ലോർഡ്. ഗോഡ് ബ്ലെസ് യു.